വല്ലാത്തൊരു ദിവസമായിപ്പോയി. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ ബബ്ലൂസ് ഉറക്കത്തു നിന്ന് എണീച്ചപ്പം തൊട്ട് ആളെ മേത്ത് ഭയങ്കര ചൂട്, ആകെ ഭയങ്കര ക്ഷീണം. കാരണം ഇന്നലെ രാത്രി ഉറങ്ങുമ്പോൾ 2 ദിവസം സ്കൂൾ അവധിയായിരുന്നു, ഒന്നും ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് രാവിലെ എണീച്ച് ചൂട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി. വെച്ച് നനച്ചതൊക്കെ തുടച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ നോക്കിയിട്ടും ക്ഷീണം മാറുന്നില്ല, പനി മാറുന്നില്ല, ഭയങ്കര പനി. ബബ്ലൂസിനാണ് പനി വരുമ്പോൾ ഫിക്സിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ വേഗം പോയി ഫിക്സിൻ്റെ മരുന്നൊക്കെ വാങ്ങി കൊടുത്തു. അപ്പം എന്താ പറയുക, ഈ ഒരു പെട്ടെന്നൊരു ഇവന് പനി വരുമ്പോൾ ഒരു ടെൻഷനായിപ്പോയി. നമ്മളെ കയ്യിൽ BP ചെക്ക് ചെയ്യുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം കൂടുതലും. മരുന്ന് കുടിച്ചില്ല. ക്ഷീണം വെച്ച് പെട്ടെന്ന് നമ്മൾ കൊയിലാണ്ടിയാണോ കാണിക്കുക അല്ലെങ്കിൽ കോഴിക്കോടാണോ, ഇതിന് മുന്നേ ബേബിയിലായിരുന്നു കാണിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബേബി തന്നെ കാണിക്കുക, എത്രയും പെട്ടെന്ന് കോഴിക്കോടേക്ക് വണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം റെഡിയായി. ബബ്ലൂസിന് വേഗം മാറ്റി, എന്നിട്ട് വാവ വേഗം ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു. അപ്പം കുറച്ചധികം കാണിച്ചപ്പോൾ പിന്നെയും ടെൻഷനായി. ഓക്സിമീറ്ററിലൊക്കെ ഒന്ന് അധികം കാണിച്ചത്, അപ്പം ഭയങ്കര ടെൻഷൻ. വാവയ്ക്കാണെങ്കിൽ എന്നെ കാട്ടി അധികം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളൊന്നും നോക്കില്ല, വേഗം കാറിൽ ബബ്ലൂസിനെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ 2 വട്ടം ആൾ ഛർദ്ദിച്ചിട്ടോ, എന്നുവെച്ചാൽ ഒന്ന് വീട്ടിൽ നിന്ന് ഒന്ന് കാറിൽ നിന്നും ഛർദ്ദിച്ചു. അപ്പം പിന്നെയും ടെൻഷനായി. എല്ലാം നമ്മൾ അവിടെ പറഞ്ഞു. നമ്മളിതിന് മുന്നേ അവിടെയായിരുന്നു കൊണ്ടുപോയത്. ആ സമയത്ത് 5 ദിവസത്തോളം അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് മോൻ ക്ഷീണിച്ചു പോയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും പാരസെറ്റമോൾ വീട്ടിൽ നിന്ന് കൊടുത്തതിനെ കൊണ്ട് തന്നെ പനി ഒന്ന് കുറഞ്ഞിരുന്നു, പക്ഷേ ആളെ ക്ഷീണം ഉണ്ടായിരുന്നു. ഡോക്ടറോട് നമ്മൾ പറഞ്ഞു എന്താ കാരണം എന്നറിയില്ല. അപ്പം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും പുറത്തുനിന്ന് കഴിച്ചിരുന്നു എന്ന്. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മുന്നത്തെ ദിവസം നമ്മൾ ഒരു ബിരിയാണി വാങ്ങിയിട്ട് അത് ബബ്ലു മാത്രമായിരുന്നു കഴിച്ചത്. അപ്പം അതായിരിക്കും എന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. അപ്പം ഫുഡ് ചിലപ്പം ദഹിക്കാത്തതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഛർദ്ദിച്ചത്, അല്ലാതെ വേറൊരു കാരണം കാണുന്നില്ല. കാരണം 2 ദിവസം സ്കൂൾ അവധിയായിരുന്നു, സ്കൂളിൽ നിന്നൊന്നും വരാൻ സാധ്യതയില്ല. പിന്നെ വെയിലത്തൊന്നും കളിച്ചിരുന്നില്ല, തല കുളിച്ചിരുന്നില്ല. ആൾ പിന്നെ രക്തം ഒന്ന് എടുക്കാനുണ്ടായിരുന്നു, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് സൂചിയാൾക്ക് ഭയങ്കര പേടി, അന്നേരം ഭയങ്കര ടെൻഷനായിപ്പോയി. ആൾ സങ്കടപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. അപ്പം പെട്ടെന്ന് പോവാം, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. അതും കൂടി നോക്കിയാൽ നമുക്ക് വീട്ടിൽ പോകാം, റെസ്റ്റ് എടുക്കാമല്ലോ. വീട്ടിൽ പോകാനും പറ്റുമോ ഡോക്ടറെ വിളിക്കാം. അങ്ങനെ കൊണ്ട് നോക്കാനായിട്ടാ. ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഒരു അരമണിക്കൂർ ഒബ്സർവേഷനിൽ ഒന്ന് നിൽക്കുക, എന്നിട്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് ഇനിയും ഛർദ്ദിക്കുന്നുണ്ടോ നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പേടി വാവേൻ്റെ കാര്യത്തില്ല. വാവയെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം പ്രഗ്നൻസി സമയത്ത് അതിനെക്കൊണ്ട് ആൾ ഏകദേശം ഇപ്പോൾ രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് ആകെ ഒരു ജ്യൂസ് ഞാൻ വാങ്ങിക്കൊടുക്കുന്നത്. ബബ്ലൂസിനും അരമണിക്കൂർ ഒബ്സർവേഷനിൽ കഴിഞ്ഞപ്പം ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു. അന്നേരം ആൾ റെഡി ആയിട്ടോ, ഞങ്ങളിപ്പോൾ കാണുന്നില്ലേ കളിക്കുന്ന ആക്കുന്നു എല്ലാം ഒന്ന് ആൾ റെഡിയായി വന്നു. വാവയ്ക്കാണെങ്കിൽ ഞാൻ ആ ജ്യൂസ് വാങ്ങി കൊടുത്തുള്ളൂ, ആളതും ഫുള്ളായിട്ട് കുടിക്കുന്നില്ലേ. ബബ്ലു ഒന്നും കുടിക്കാത്തതിനെ കൊണ്ട് ആൾക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാഷ്വാലിറ്റിയിലായതിനെ കൊണ്ട് വാവേൻ്റെ അമ്മയൊക്കെ പുറത്താണുള്ളത്. എല്ലാവർക്കും ഉള്ളിലേക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല, ഞാനും വാവയായിരുന്നു. അതിൽ ഞാൻ തന്നെ ഇടയ്ക്ക് പുറത്തേക്ക് പോകും, ഒരാളെ പേഷ്യൻറ്റിന് കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. ആയോ, ക്ഷീണം മാറിയോ? ആളുടെ മുഖത്തൊരു ചിരി വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു സമാധാനം വന്നത്. കാരണം രാവിലെ ഉറങ്ങി എണീച്ചതും മോൻ്റെ ചൂട് കണ്ട് ഞെട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം തുടങ്ങിയത്. അപ്പം ഫുൾ ടെൻഷനിലായിരുന്നു ഇത്ര നേരം. അല്ല ബബൂഷ, ഇവിടെ നീ കളിക്കാൻ വന്നാണോ? അപ്പോൾ ഉക്കൊക്കെ മാറിയോ? പിന്നെ അവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് ഡോക്ടർ കുറച്ച് ഗുളികകളും കാര്യങ്ങളും എഴുതി. പ്രത്യേകം പറഞ്ഞെന്താ വെച്ചാൽ ഇനി അഥവാ ഛർദ്ദിക്കുകയാണെങ്കിൽ രാത്രി പനിക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം സഹായിച്ചിട്ട് അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഏകദേശം രാവിലെ ഒരു 8-9 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഉച്ചയായിട്ടാണ് നമ്മളൊക്കെ അവിടെ നിന്നൊരു ഡിസ്ചാർജ് കിട്ടിയത്. പിന്നെ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ പോയി. ബബ്ലൂസിന് മസാല ദോശ ഇഡ്ഡലിയൊക്കെ കൊടുത്തു, പക്ഷെ ആൾ അധികം കഴിച്ചിട്ടില്ല. വാവ ആണെങ്കിൽ ഇഡ്ഡലിയാണ് വാങ്ങിയത്. വയറ്റുനിന്ന് കുഞ്ഞു വാവ നല്ലോണം ചവിട്ടുന്നുണ്ടായിരുന്നു, കാരണം
രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല വാവയ്ക്ക്. അപ്പം ആൾക്ക് ഇഡ്ഡലി കുഴപ്പമില്ല, വിശപ്പ് ഉള്ളതിനെ കൊണ്ടോ കുഞ്ഞിക്ക് വിശപ്പ് ഉള്ളതിനെ കൊണ്ടാണ് അറിയില്ല, ഫുള്ളായിട്ട് കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ തന്നെ നമുക്കൊരു സമാധാനം, അയ്യോ കഴിച്ചല്ലോ ആൾ. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വാവ വയ്യാണ്ടാവുമെന്ന്. ബബ്ലൂസ് പിന്നെ ഒന്ന് കിടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലാത്തൊരു കിടപ്പായിരുന്നു ആ സമയത്തൊക്കെ. ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു പുതിയ ഹോട്ടലാണ്, പുതിയ സ്റ്റാൻഡിലുള്ള നല്ല ഇഡ്ഡലി, മസാല ദോശ, നെയ് റോസ്റ്റും ഒക്കെ ഒരു ബാംഗ്ലൂർ ടച്ച് സാധനമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് ഗീ അധികം. അല്ല എനിക്ക് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് പക്ഷെ അടിപൊളി. അവിടെ നിന്ന് നേരെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ബബ്ലു കാർന്ന് ഉറങ്ങായിരുന്നു. വീട്ടിലെത്തിയപ്പം ഉറക്കം തന്നെയായിരുന്നു. പനിച്ചപ്പോൾ ഒന്ന് നനച്ച് വെച്ചു കൊടുത്തു. വീട്ടിലെത്തിയപ്പോൾ ഒരു ചെറിയ പനി വന്നിട്ട് ഇപ്പം നനച്ച് തുടച്ചു കൊടുത്തതാണ്. ആൾ വരുന്നുണ്ട്. നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഒരു ബിരിയാണി കഴിച്ചിരുന്നു, പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. അപ്പം അതിൽ നിന്നാണ് ആയിട്ടുണ്ടാവുക. കാരണം അല്ലാണ്ട് ഇപ്പോൾ സ്കൂൾ ലീവായിരുന്നു, വെയിലത്ത് കളിക്കില്ല, പിന്നെന്താ ഒന്നുമില്ല, കുടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ തല കുളിച്ചിട്ടില്ലായിരുന്നു, മേല് കഴുകിയിട്ടുണ്ട്. പക്ഷെ പനി വരാൻ വേറെ ഒന്നും കാണുന്നില്ല അല്ലേ? അതായിരിക്കണം. സാധാരണ എ സിയിൽ കിടന്നാൽ അങ്ങനെ 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 കുറച്ച് കാര്യങ്ങളുള്ളപ്പോഴാണ് വരേണ്ടത്. പക്ഷെ പെട്ടെന്നായിപ്പോയി പനി വന്നതൊക്കെ. ഇപ്പൊ ഒന്ന് ആള് റെഡിയായി വരണം. രാവിലെ സത്യത്തിൽ നല്ലോണം പേടിച്ചു പോയി. ആളോട് ഞാൻ ആദ്യം വരണ്ടെന്ന് പറഞ്ഞിരുന്നു. കാരണം ഫ്രണ്ട് അതിനെ കൊണ്ട് യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ടും നല്ല സ്പീഡ് പോവല്ലേ. അപ്പോൾ ആളുള്ളതിനെ കൊണ്ടുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആള് ഞാൻ പോവില്ലാതെ പിടിച്ചു നിന്ന്, അല്ല ഇവിടെ നിൽക്കൂല, ഇവിടെ നിന്നിട്ടുണ്ട് ആൾ ടെൻഷൻ അടിക്കും. പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു നല്ല കൂടെ വരുന്നല്ലേ, കാരണം പോയാൽ ചിലപ്പോൾ ഇനി അഡ്മിറ്റ് ആവുകയാണെങ്കിലോ. ഭാഗ്യം ഒന്നും കുഴപ്പമില്ലാണ്ട് തിരിച്ചെത്തി. ഇനി ഒന്ന് മാറി വരട്ടെ. അപ്പം എന്തായാലും വീഡിയോയുടെ എൻ്റെ ഒക്കെയാണ്, ഞാളൊന്ന് റെഡിയായി വരണം.